ഒരുപാട് മാറി. മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് നടന്നുകൊണ്ടേയിരിക്കും. പണ്ട് സൈക്കിൾ എന്നത് കാശുകാരുടെ വാഹനമായിരുന്നു. സൈക്കിൾ ഒരെണ്ണം വാങ്ങിയാൽ അവൻ നാട്ടിലെ പ്രമാണിയായിരുന്നു. ഒത്തിരി വർഷം സൈക്കിൾ വീട്ടിലെ രാജാവിനെ പോലെയായി. എന്നാൽ സൈക്കിൾ മാറി ബൈക്ക് വരാൻ ഒത്തിരി വർഷങ്ങളെടുത്തു. എന്നാൽ ഇന്നത്തെ അവസ്ഥ മാറി. എല്ലാ വീട്ടിലും ബൈക്ക് മാറി കാറെത്തി. ഇത് വളരെയധികം ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ടായ മാറ്റമാണ്. എന്നാൽ തുടക്കത്തിൽ കാർ എന്നത് ഒരു വലിയ സ്വപ്നം മാത്രമായിരുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ല. വില കുറച്ച് കാറുകൾ ഇറക്കാൻ കമ്പനികൾ മത്സരിക്കുകയാണ്. ആളുകൾ മാറ്റത്തോട് പ്രതികരിച്ചു തുടങ്ങി. ഡ്രൈവർ പോലുമില്ലാത്ത കാറുകൾ ഇറങ്ങിത്തുടങ്ങി. പാർക്ക് സ്വയമേ ചെയ്യുന്ന കാറുകളും ഇപ്പോൾ വിപണിയിൽ എത്തിത്തുടങ്ങി. ഏകദേശം 1820-ലാണ് ഉഡൻ ഡാൻഡി ഹോഴ്സ് എന്ന സൈക്കിൾ നിരത്തിലിറങ്ങുന്നത്. സൈക്കിളുടെ മുതുമുത്തച്ഛനായാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഇത് ജർമ്മൻകാരനായ ബാരോൺ ഡ്രൈസ് ആണ് കണ്ടുപിടിച്ചത്. അതിനാൽ ഇതിനെ ഡ്രൈസിൻ എന്നും അറിയപ്പെടുന്നു. ഏകദേശം 1860-ഓടെയാണ് ഇന്ന് നിരത്തിൽ കാണുന്ന തരത്തിൽ പെഡലുള്ള സൈക്കിളും ഇറങ്ങിത്തുടങ്ങിയത്. കാൾ ബെൻസ് 1864-ലാണ് വെലോ എന്ന് പറയുന്ന കാർ കണ്ടുപിടിക്കുന്നത്. ഏകദേശം 1886-ഓടുകൂടിയാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള മോഡേൺ കാറുകൾ നിരത്തിലിറങ്ങി തുടങ്ങിയത്. ഇതിൻ്റെ പേറ്റന്റും കാൾ ബെൻസിന് തന്നെയാണ്. ഏകദേശം 1898-ഓടുകൂടിയാണ് ഇന്ത്യൻ നിരത്തുകളിൽ കാർ ഇറങ്ങി തുടങ്ങിയത്. ബോംബെയിലാണ് ആദ്യമായി കാർ നിരത്തിലിറങ്ങുന്നത്. 1900-ലാണ് ആദ്യത്തെ മോട്ടോർ സൈക്കിളിന് പേറ്റന്റ് എടുക്കുന്നത്. ഇത് വാർണർ ബ്രദേഴ്സാണ് എടുത്തത്. 1884-ലാണ് ആദ്യമായി പെട്രോളിൽ ചലിക്കുന്ന ബൈക്ക് നിരത്തിലിറങ്ങുന്നത്. ഇത് എഡ്വാർഡ് ബട്ട്ലറാണ് ഇറക്കിയത്. മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറി വരുന്നത് ചരിത്രമാണ്. നമ്മൾ ഇപ്പോൾ ചരിത്രത്തിലൂടെയാണ് നടന്നു നിൽക്കുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം: ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങിയ ആദ്യത്തെ ബൈക്ക് ഏതാണ്? ഉത്തരം കമന്റ് ചെയ്യും. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നാളെ ചരിത്രമാണ്. ചരിത്രം മാറ്റത്തിനു വേണ്ടി വഴിമാറിക്കും.